ഭീഷണിയും ഗോവിന്ദൻ മാഷ് നേതൃത്വം നൽകിയ ഗുണ്ടകളുടെ അക്രമം സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരന് ഗോവിന്ദൻ മാഷ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും? ആത്മാർത്ഥതയുള്ള ആർക്കും സാധ്യമല്ല. അവരൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന പക ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നോട് പല ആളുകളും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ്, 10 വർഷക്കാലം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇറക്കാനുള്ള ശ്രമമാണ് UDF നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ആ UDFൻ്റെ കൂടിയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അന്നും ഇന്നും എന്നും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. ആ കോൺഗ്രസ്സുകാരനായ ഞാൻ മാത്രമേ ഒരു കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളൂ. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് അവകാശപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടോ? നോമിനേഷൻ കൊടുത്തതിലുണ്ടോ? ഇപ്പം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടോ? ഇല്ല. ഒരു കോൺഗ്രസ്സുകാരനുള്ളത് കൊയ്യൻ ജനാർദ്ദനാണ്. 53 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ ഞാൻ പണിയെടുത്ത ഒരാളാണ്. ഇവിടെ തളിപ്പറമ്പ് കോൺഗ്രസ് മന്ദിരത്തിൽ ഞാൻ രാത്രിയൊക്കെ പാർട്ടി പരിപാടിയും കഴിഞ്ഞ് ആ പഴയ ഓഫീസിലുള്ള നീണ്ട ബെഞ്ചിൽ കിടന്നുറങ്ങി, കൊതുകടി ഏറ്റ് കിടന്നുറങ്ങിയ എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. ആ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവരെയൊക്കെ ഉള്ള സമയത്താണ് ഇതുപോലൊരു വൃത്തികെട്ടൊരു തീരുമാനം, ഒരു രാഷ്ട്രീയക്കാരും എടുക്കാൻ ഇനി പാടില്ലാത്തൊരു തീരുമാനം. അതിന് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ബലിയാടാക്കേണ്ടി വന്നാലും ഇനി ഇതുപോലൊരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കരുത്. സ്വന്തം പാർട്ടിയിൽ വർക്ക് ചെയ്ത ആളുകളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഉണ്ടാകരുത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരുപക്ഷെ സുഖം കിട്ടുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടി വന്ന് അവിടുന്ന് സീറ്റ് കിട്ടി അവിടെ വളരെ കാലം വർക്ക് ചെയ്ത ആളുകളെ പിന്തള്ളിക്കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇനി മേലാൽ എടുക്കരുത്. അതിനുവേണ്ടിയാണ് എൻ്റെ ഒരു പോരാട്ടം. ഒരുപക്ഷെ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും എന്നോട് ഒരുപാട് ആളുകൾ 3 മണി നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞതിന് ശേഷം 3:01 മുതൽ ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. നിങ്ങളെടുത്തൊരു തീരുമാനം ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ, എന്നെ വിളിച്ച ആളുകൾ. കാരണം എല്ലാവർക്കും ഓരോ പോസ്റ്റ്, നിലവിലുള്ള ഭാരവാഹിത്വം പോസ്റ്റുകൾ നഷ്ടപ്പെടാൻ മടിക്കുകയാണ്. ഞാൻ KPSC മെമ്പറാണ്. 53 വർഷം ഞാൻ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത് KPSC മെമ്പറാണ്. ആ KPSC മെമ്പർ സ്ഥാനം പോയാലും ശരി എനിക്ക്. പക്ഷെ ഞാൻ എടുത്തൊരു നിലപാട് ഈ ജനങ്ങളോട്, ഈ നാട്ടിലെ വോട്ടർമാരോട്, ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഇതിനെതിരെ നോമിനേഷൻ കൊടുക്കും. ആ നോമിനേഷനുമായി ഞാൻ മുന്നോട്ട് പോകുന്ന ജനങ്ങളോട് പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് ഞാൻ പാലിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വാർത്ത നിങ്ങളൊക്കെ പുറത്തു വിട്ടു. എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ മേലെ ഇനി നിയന്ത്രിക്കാൻ ആളുകളില്ലല്ലോ. ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ മേലെ ആളുകളുണ്ട്. ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ, ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എൻ്റെ മേലെയാണ്. അവരെ താഴെയാണ് ഞാൻ. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഞാനൊരു MLA ആയാലും ഞാൻ ഈ ജനങ്ങളുടെ, ഞാൻ ഈ വോട്ടർമാരുടെ താഴെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ജനപ്രതിനിധിയായി 2 പ്രാവശ്യം പഞ്ചായത്ത്, 1 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സമയത്തും ഞാൻ എപ്പോഴും ജനങ്ങളുടെ താഴെ നിൽക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകൾക്ക് പുറത്താണ്. ആ അരിയൽ ഷുക്കൂറിൻ്റെ ആത്മാവെങ്കിലും കാണുന്നുണ്ട് എന്ന് ഞാൻ ഇവിടുത്തെ UDFകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 60 വർഷം നമ്മളെ ആക്രമിച്ച്, നമ്മളെ ഭീഷണിപ്പെടുത്തി, നമ്മളെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ്. ശ്രീകണ്ഠപുരം LCS കോളേജിലെ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ കൗണ്ടിങ് സ്റ്റേഷനിൽ അടിക്ക് നേതൃത്വം കൊടുത്ത ഗോവിന്ദൻ മാഷെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രവർത്തന ശൈലി, ഭീകര പ്രവർത്തന ശൈലി സ്വീകരിച്ച ഒരാളാണിത്. അയാൾക്ക് വോട്ട് ചെയ്യണമെന്നാണോ ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്നത്? ഇവിടെ റോഡ് ഷോയും അതൊക്കെ നടത്തി ആഘോഷിക്കാം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള ആളുകളാണ്. അവർക്കൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ പണത്തിൻ്റെ ദൂർത്ത്, ഈ ചെലവാക്കുന്ന പണം, അത് ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കും. എനിക്ക് റോഡ് ഷോയോ മറ്റൊന്നും വേണ്ട. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് ഞാൻ വോട്ടർമാരെ സമീപിക്കും, വോട്ട് ചോദിക്കും. അവർ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് എൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൻ്റെ ഭാവി, ഒരുപക്ഷെ കേരളത്തിലൊരു മാറ്റം, ഒരുപക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെ ഒരുപക്ഷെ ഒരു സ്വതന്ത്രനായി ഞാൻ മത്സരിച്ചാൽ, ജയിച്ച് വന്നാൽ ഒരു ചരിത്രം തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ ആവർത്തിക്കാൻ പോകുന്നു എന്ന് ഞാൻ ജനങ്ങളോട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്, എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ടെലിവിഷനാണ്. ആ ടെലിവിഷനിലൂടെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും 24 മണിക്കൂർ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ.